യെസ്, ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്കൊക്കെയാണ് പോകേണ്ടത്. സത്യപ്രതിജ്ഞാ തീയതിയും തീരുമാനിച്ചിരിക്കുന്നു. 305 എംപിമാരുടെ പിന്തുണയോടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് 8-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് സൂചന. ഇന്ന് വൈകിട്ട് BJP എംപിമാർ യോഗം ചേരും. നാളെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ NDA എംപിമാർ യോഗം ചേർന്ന് നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കും. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഘടകകക്ഷികൾ പലരും പുറത്തേക്കാണ് ഇന്ത്യ മുന്നണിയിൽ ചേർന്നേക്കും, ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ. പക്ഷേ പൂർണ്ണമായ അർത്ഥത്തിൽ ആരൊക്കെ കൂടെ നിന്നോ അവരെല്ലാവരും ഇപ്പോഴും NDA സഖ്യത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യോഗങ്ങൾ തന്നെ കാണിച്ചു തന്നിരുന്നു. 305 എംപിമാരുടെ പിന്തുണയോടെയാണ് സർക്കാർ രൂപീകരണത്തിന് NDA തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇനി സുപ്രധാനമായ ചില കൂടിച്ചേരലുകൾ കൂടിയുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ജയിച്ച എംപിമാർ അവിടുത്തെ മണ്ഡലങ്ങളിൽ ചെന്നതിന് ശേഷം നാളെ എത്തുകയാണ് പാർലമെൻറ്റിലേക്ക്. തുടർന്ന് ഇനി കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ നന്ദഗോപനോട് ചോദിക്കാം. ഡൽഹിയിൽ നിന്ന് നന്ദൻ ചേരുന്നു. നന്ദഗോപൻ, ഇനിയിപ്പോൾ ഈ സർക്കാർ രൂപീകരണങ്ങളിലേക്ക്, അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റ് കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല, എല്ലാം സേഫാണ്. സത്യപ്രതിജ്ഞ തീയതി തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക? മൂന്നാം വട്ടവും മോദി സർക്കാർ എന്ന വലിയ ഒരു ഘടകമാണ് ഉള്ളത്. അങ്ങനെ ഒരുപാട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന, കേരളത്തിൽ നിന്ന് താമര വിരിഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ, പലയിടങ്ങളിലും പല പാർട്ടികളെയും വേരോടെ തൂത്തുകളയാൻ പറ്റിയതിൻ്റെ ആഘോഷങ്ങളുണ്ട്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഏതായാലും ഇപ്പോൾ സർക്കാർ രൂപീകരണം എന്ന ഒറ്റ കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ്? സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇന്ന് JP നദ്ദയുടെ ഔദ്യോഗിക വസതിയിൽ ഇന്ന് രാജ്നാഥ് സിംഗും അതേപോലെ തന്നെ മുതിർന്ന നേതാക്കളെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തന്നെയാണ് മുതിർന്ന നേതാക്കൾ BJP ദേശീയ അധ്യക്ഷന്റെ വസതിയിലെത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം എംപിമാരുടെ യോഗം, BJP എംപിമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. എംപിമാർ ഓരോരുത്തരായിട്ട് തലസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നെടുമ്പാശ്ശേരി ഇന്ന് അല്പസമയം മുമ്പ് സുരേഷ് ഗോപിയും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6 മണിക്ക് സുരേഷ് ഗോപിക്ക് ഈ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 2-ൽ വലിയ സ്വീകരണ പരിപാടികളാണ് ഇവിടുത്തെ BJPയുടെ കേരള സെൽ ഘടകം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം എംപിമാരുടെ യോഗം ഈ BJP ആസ്ഥാനത്ത് പുരോഗമിക്കും. നാളെയാണ് മറ്റ് NDAയുടെ മുഴുവൻ എംപിമാരുടെയും യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് പാർലമെന്റിലാണ് യോഗം ചേരുക. ഈ യോഗത്തിന് ശേഷം BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുമെന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിമാരോടും അതേപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരോടും ഡൽഹിക്ക് എത്തുവാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. 8-ാം തീയതിയാകും സത്യപ്രതിജ്ഞ എന്നാണ് അറിയാൻ കഴിയുന്നത്. 8-ാം തീയതി രാത്രി 8 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുമ്പോൾ അതിന് സാക്ഷിയാകുവാൻ വേണ്ടി സമീപ രാജ്യങ്ങളിലെ മുഴുവൻ ഭരണാധികാരികളും ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇതിനോടകം തന്നെ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് അടക്കം ഇതിനോടകം ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു ആഘോഷമാക്കി മാറ്റുവാൻ വേണ്ടിയാണ് BJP ഇതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചരിത്ര സംഭവം, ഒരു വ്യക്തി 3-ാം തവണയും അധികാരത്തിൽ പ്രധാനമന്ത്രിയായി എത്തുക. നെഹ്റുവിന് ശേഷം 1962-ൽ നെഹ്റുവിന് ശേഷം ഇതാദ്യമായുള്ള ഒരു സംഭവമാണ്. സ്വാഭാവികമായും 6 പതിറ്റാണ്ട് ശേഷമുള്ള ഈ ഒരു ചരിത്ര സംഭവത്തെ വലിയ ഉത്സവമാക്കി മാറ്റുവാൻ വേണ്ടിയാണ് BJPയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി നന്ദൻ.